മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി. സ്വാപ്പ് ഷോപ്പ് വഴി ശേഖരിച്ച പണം ഉപയോഗിച്ചാണ് രോഗികൾക്ക് ഭക്ഷണം നൽകിയത്. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാപ്പ് ഷോപ്പ് വഴി ശേഖരിച്ച പണം ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി. വിദ്യാലയത്തിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ വീടുകളിൽ നിന്ന് പലതരം സാധനങ്ങൾ PTA സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ശേഖരിച്ച് സ്വാപ്പ് ഷോപ്പിൽ സൂക്ഷിക്കും. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ആർക്കു വേണമെങ്കിലും പണം നൽകി വാങ്ങാം. ഒട്ടും പഴകാത്ത വസ്ത്രങ്ങൾ, കുട, പഠനോപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ചെരുപ്പുകൾ ഇങ്ങനെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്തും ശേഖരിച്ച് സ്വാപ്പ് ഷോപ്പ് വഴി വിൽക്കും. സാധനങ്ങളുടെ മൂല്യം കുറയാതിരിക്കുവാനും വാങ്ങാൻ എത്തുന്നവർക്ക് അപകർഷതാബോധം ഉണ്ടാകാതിരിക്കുവാനും വളരെ ചെറിയ ഒരു തുക കൈപ്പറ്റിയാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. സ്കൂളിന് അകത്തും പുറത്തും ഉള്ളവർക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. സ്വാപ്പ് ഷോപ്പിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് വ്യാഴാഴ്ച ഉച്ചഭക്ഷണം നൽകിയത്. ആർഭാടത്തിന്റെയും ധൂർത്തിന്റെയും നിരർത്ഥത മനസ്സിലാക്കി മിതവായം ശീലിക്കുവാനും ഒരു പാലിയേറ്റീവ് സംസ്കാരം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുവെന്ന് കോർഡിനേറ്റർ ഷെല്ലി ടീച്ചർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് ഗായിനി ശെൽവം എന്നിവർ പറഞ്ഞു. നമ്മുടെ എല്ലാം വീടുകളിൽ അല്പം മാത്രം ഉപയോഗിച്ചതോ ഒരുപക്ഷെ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തതോ ആയ ധാരാളം സാധനങ്ങൾ ഒരാവശ്യവുമില്ലാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവാം. അവയെല്ലാം ആവശ്യമായ കൈകളിൽ എത്തിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് സ്വാപ്പ് ഷോപ്പിന് തുടക്കം കുറിച്ചത്. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണല്ലോ ലക്ഷ്യം. ഉപഭോഗ സംസ്കാരം നമ്മെ കാർന്നു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ കുമിഞ്ഞുകൂടാറുണ്ട്. പലപ്പോഴും ഇത് ഈ വേസ്റ്റായിട്ട് മാറി സമൂഹത്തിന്, പരിസരത്തിനൊക്കെ വളരെ മാലിന്യമായിട്ട് മാറാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇവ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്രദമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്വാപ്പ് ഷോപ്പ് ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ഒരുപാട് സാധനങ്ങൾ ഈ 2 ഷോപ്പുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും സമൂഹത്തിനുമൊക്കെ ഞങ്ങൾ പ്രയോജനപ്രദമാക്കുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്കൂളിൽ സ്വാപ്പ് ഷോപ്പ് എന്നൊരു പ്രവൃത്തി സംഘടിപ്പിക്കുകയും അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഒരു ആഹാരം കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തുകയും നമ്മളിവിടെ ഇന്ന് ഇവിടെ വന്ന് കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഓരോ വാർഡിലും രോഗികൾക്ക് കൊടുക്കാനായിട്ട് വന്നതാണ്. ഇത് കുട്ടികൾക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. എങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും കുറച്ച് കാശ് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ബോധവൽക്കരണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഭക്ഷണം വിളമ്പി രോഗികൾക്ക് എത്തിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.